മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവുമാണ് കരിമ്പ് കർഷകരെ പ്രധാനമായും പ്രതിസന്ധിയിലാക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണം നാമമാത്രമായി. ഏറെ പേരുകേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി. കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മറയൂർ ശർക്കരയ്ക്ക് വർഷങ്ങൾക്ക് മുൻപേ ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ്. കരിമ്പിൻ തോട്ടത്തിൽ കൃഷിജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു. തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതുമൂലം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിലെത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പന കുറവിനും ഇടവരുത്തുന്നുവെന്നും കർഷകർ പറഞ്ഞു. പണിക്കാർ കിട്ടാകും മറയൂർ ശർക്കര വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വ്യാജമായിട്ട് കൊണ്ടുവരുന്നത് കാരണം ഭയങ്കര വലിയ അത് നിർത്തുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ശർക്കരയ്ക്ക് 150 രൂപ നല്ല വിലയും കിട്ടും. കൃഷിക്കാർക്ക് 10 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഓടി പാഞ്ഞ് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യം വരത്തുള്ളൂ. ഇപ്പോൾ വന്ന സ്വർണ്ണം മാലയൊക്കെ പണയം വെച്ച് കഴിഞ്ഞാൽ തിരിക്കാൻ അതുകൊണ്ട് പലിശ പോലും അടയ്ക്കുമ്പോൾ കിട്ടുന്നില്ല. അത് വന്യമൃഗ ശല്യമുണ്ട്. അത് പോയാലും കുഴപ്പമില്ല. മറ്റേ വെള്ളം കിട്ടാതെ മഴയില്ലാതെ എല്ലാ കൃഷിയൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി. കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത വേനലിൽ വലിയ തോതിൽ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചിരുന്നു. ഇതിന് മതിയാമിതമുള്ള നഷ്ടപരിഹാരം ലഭിച്ചിരുന്ന പരാതി കർഷകർക്കുണ്ട്. കാട്ടുമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി കുറഞ്ഞു. നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം. ന്യൂസ് ബ്യൂറോ, അടിമാലി.